ബംഗാളിനെ നിയന്ത്രിക്കുന്നത് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസുമാണ്. ബംഗാളിന് പുറത്തേക്ക് തൃണമൂൽ കോൺഗ്രസിനെ വളർത്താൻ മമതാ ബാനർജി നന്നായി പണിപ്പെടുന്നുണ്ട്. ഗോവയിലൊക്കെ തൃണമൂൽ കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി ദീദി ഒരുപാട് കളികൾ കളിച്ചുവെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായില്ല. ഇപ്പോൾ കേരളത്തിൽ ഒരു ലോട്ടറിയാണ് തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. നിലമ്പൂർ MLA PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് തൃണമൂൽ കോൺഗ്രസിന് വലിയൊരു നേട്ടമാണ്. ആ നേട്ടത്തിന് പിന്നാലെ ഇതാ മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുന്നു. പനമരം പഞ്ചായത്തിൽ UDF തൃണമൂൽ കോൺഗ്രസിന്റെ സഹായത്തോടെ ഭരണം പിടിച്ചു. ലക്ഷ്മി ആലക്കമറ്റമാണ് പുതിയ പ്രസിഡന്റ്. LDF അംഗമായിരുന്ന ബെന്നി ചെറിയാന്റെ പിന്തുണയോടെയാണ് UDF ഭരണം പിടിച്ചത്. ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് UDFന് വോട്ട് ചെയ്യുകയായിരുന്നു. 11ാം വാർഡ് അംഗമാണ് ബെന്നി. ഇതോടെ തൃണമൂലിന്റെ പിന്തുണയിൽ UDF ഭരണം പിടിക്കുന്ന ആദ്യ പഞ്ചായത്തായി പനമരം മാറി. UDF സ്ഥാനാർത്ഥി 12 വോട്ടും LDF സ്ഥാനാർത്ഥി 10 വോട്ടും നേടി. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് CPMലെ ആസിയ പ്രസിഡന്റായത്. പിന്നീട് പ്രസിഡന്റിനെതിരെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. അവിശ്വാസ പ്രമേയത്തിൽ UDFന് പിന്തുണ നൽകിയ ബെന്നി ചെറിയാനെ മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 7 പേർക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. എന്തായാലും ആദ്യത്തെ ടെസ്റ്റ് ഡോസ് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ വന്നതിന്റെ ടെസ്റ്റ് ഡോസ് പനമരം പഞ്ചായത്തിൽ നടന്നിരിക്കുകയാണ്. പനമരം പഞ്ചായത്തിൽ LDFന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേക്കേറിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന അണികളും തൃണമൂലിലേക്ക് ചേക്കേറി. നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുണ്ടാകുന്ന വിധത്തിലാണ് PV അൻവർ ശ്രമിക്കുന്നത്. PV അൻവർ തൃണമൂലിൽ എത്തിയപ്പോൾ കേരളത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പലരും അൻവറിനെതിരെ ശക്തമായി രംഗത്ത് വന്നുവെങ്കിലും മമതാ ബാനർജി അൻവറിനെ സ്വീകരിക്കുകയായിരുന്നു. PV അൻവർ തൃണമൂലിന്റെ തുറുപ്പ് ചീട്ടായി മാറും എന്നാണ് മമതയുടെ പ്രതീക്ഷ. എന്തായാലും ആദ്യത്തെ വെടി തൃണമൂൽ കോൺഗ്രസ് പൊട്ടിച്ചിരിക്കുന്നു. പനമരം പഞ്ചായത്തിൽ UDF ഭരണം പിടിച്ചത് തൃണമൂലിന്റെ പിന്തുണ കൊണ്ടാണ്. മാത്രമല്ല കേരളത്തിൽ UDFനൊപ്പം തൃണമൂൽ കോൺഗ്രസും നിൽക്കും എന്നതിന്റെ സൂചനയാണ് ഇതിലൂടെ നൽകിയത്. സതീശനും അൻവറും ഒക്കെ ഇപ്പോൾ പഴയ വൈര്യമൊക്കെ മറന്നിരിക്കുന്നു. സതീശനും അൻവറും നിയമസഭയിൽ ഒരുമിച്ച് നിന്ന് പോരാടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്ക് പലർക്കും അൻവറിനെ ഇഷ്ടമാണ്, അൻവറിനെ കൂടെ കൂട്ടാൻ താൽപര്യവുമാണ്. ഈ സാഹചര്യത്തിലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആദ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരിക്കും നടക്കുക. അതാണല്ലോ നടക്കുന്നത്. അതിൽ അൻവറിന്റെ തൃണമൂൽ UDFനൊപ്പം നിൽക്കും എന്ന സൂചന ഇതോടെ ശക്തമായി. എന്തൊക്കെ അത്ഭുതങ്ങളാകും കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് കാട്ടിക്കൂട്ടുക എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ശക്തമായ വേരോട്ടം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജിയുടെ സ്വപ്നമാണ് തൃണമൂലിനെ ബംഗാളിന് പുറത്തേക്ക് വളർത്തുക എന്നത്. കേരളം അതിന് വളക്കൂറുള്ള മണ്ണാണെന്ന് മമത വിചാരിക്കുന്നു. പനമരം പഞ്ചായത്ത് UDFന് നൽകിക്കൊണ്ട് തൃണമൂൽ ശക്തി തെളിച്ചു.